മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൽ 1739 ഭൂനികുതി ഏർപ്പാടാക്കി. കൊച്ചി രാജ്യത്ത് 1762 മുതലാണ് ഭൂനികുതി ആരംഭിച്ചത്. ഈ രണ്ട് രാജ്യങ്ങളിലെയും ബ്രഹ്മസ്വം വസ്തുക്കൾക്കും ദേവസ്വം വസ്തുക്കൾക്കുമൊന്നും നികുതി അല്ലെങ്കിൽ കരം ചുമത്തിയിരുന്നില്ല. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരം കരങ്ങളിൽ നിന്ന് നികുതിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് തങ്ങളുടെ വസ്തുക്കളെല്ലാം തന്നെ ബ്രഹ്മസ്വം എന്നാക്കി മാറ്റി. രേഖകളിൽ മാത്രമായിരുന്നു ഇത്. ഇത്തരത്തിൽ ബ്രഹ്മസ്വമാക്കി മാറ്റിയ രേഖകൾ ക്രമേണ ബ്രാഹ്മണരുടെ വസ്തുക്കളായി മാറി, അവരുടെ സ്വത്തുക്കളായി മാറുകയായിരുന്നു. ഒരിക്കലും അത് ഒപ്പുസൂചിയും ഓലപ്പണവുമൊന്നും കൊടുത്ത് പിന്നീട് വീണ്ടും അവരുടെ പേർക്ക് പൊളിച്ചെഴുതേണ്ടി വന്നില്ലായിരുന്നു. അങ്ങനെ ഭൂനികുതി ഏർപ്പാടാക്കിയതോട് കൂടിയിട്ട് നികുതി പിരിക്കാൻ ചുമതലപ്പെട്ട അധികാരികൾ തങ്ങളുടെ അമിതാധികാരം ഉപയോഗിച്ച് വമ്പിച്ച ഭൂസ്വത്തുക്കൾക്ക് ഉടമകളായി തീർന്നു. കൂടാതെ അക്കാലത്ത് രാജാക്കന്മാർ കൂടുതൽ ധനം സമ്പാദിക്കാനുള്ള മാർഗമെന്ന നിലയിൽ പലർക്കും പല സ്ഥാനമാനങ്ങളും നൽകിയിരുന്നു. കർത്താവ്, കൈമൾ തുടങ്ങിയ സ്ഥാനങ്ങൾ നായരും, ചന്നാർ, പണിക്കർ തുടങ്ങിയ സ്ഥാനങ്ങൾ ഈഴവരും നേടിയത് അങ്ങനെയാണ്. ഓരോ വിശേഷ അവസരങ്ങളിലും ഇവർക്ക് പല വകയിൽ പടിത്തരം അല്ലെങ്കിൽ കാഴ്ചപ്പണം നൽകണമായിരുന്നു. ഇത്തരത്തിൽ സ്വത്തും പ്രതാപവും നേടിയ ധാരാളം പേരുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലത്ത് ധാരാളം ബ്രാഹ്മണർ പുതിയ ജന്മികളായി മാറി. അക്കാലത്ത് നമ്പൂതിരി കുടുംബങ്ങൾ കൂട്ടത്തോടെ തിരുവിതാംകൂറിലേക്ക് കുടിയേറി പാർത്തുവരുന്നു. പോകുന്നതിന് മുമ്പായിട്ട് ഇവർ പണം നൽകി എന്നൊരു കൃത്രിമ രേഖകളുണ്ടാക്കി സാധാരണക്കാരിൽ നിന്നും മറ്റും ധാരാളം ഭൂമിയും മറ്റു വസ്തുക്കളുമൊക്കെ കൈവശപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ കയ്യൂക്കുകൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ ധാരാളം സ്വത്തുക്കൾ സമ്പാദിച്ച ബ്രാഹ്മണർ അക്കാലത്തുണ്ടായിരുന്നു.